നമുക്കറിയാം, ഈ ലോകത്ത് 800 കോടി ജനങ്ങളുണ്ട്. ഈ മനുഷ്യരിൽ ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകൾ, വ്യത്യസ്തമായ ചിന്താഗതികൾ, വ്യത്യസ്തമായ അഭിരുചികൾ, ഇങ്ങനെ എല്ലാം വ്യത്യസ്തമുള്ള ഈ മനുഷ്യൻ മറ്റൊരാളെ പോലാകാൻ നോക്കുകയാണ്. ബഹുഭൂരിപക്ഷം ആളുകളും മറ്റുള്ളവരെ അനുകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവനെ പോലെ വേഷം ധരിക്കാനും അവനെ പോലെ ചിന്തിക്കാനും. അതിൽ മറ്റൊരാളാകുമ്പോൾ നമ്മൾ സ്വയം ചെറുതാകുകയാണ്. നമുക്ക് ഓരോ മനുഷ്യനും ഓരോ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് വാല്യൂ ഉള്ളത്. എന്നാൽ നമ്മൾ മറ്റൊരാളാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ രണ്ടാമനാണ്, നമ്മൾ അവൻ്റെ പിന്നിലാണ്, നമ്മൾ കോമാളിയാകുകയാണ്. ഈ സത്യം എല്ലാവരും തിരിച്ചറിയണം. ഇതെല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മളും ചെയ്യും എന്നുള്ളത് വ്യക്തിത്വമില്ലാത്തവരുടെ ലക്ഷണമാണ്. പൊതുവെ സ്ത്രീകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. സ്ത്രീകൾ ഒരാൾ ഇന്ന മോഡലാക്കിയാൽ അതേ മോഡൽ തന്നെ ആക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കും. ഇതൊക്കെ സ്വന്തമായി വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള ഒരാൾ അനുകരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവൻ എന്ത് ചിന്തിക്കും, ഇതാണ് വളരെ പ്രധാനമായിട്ട്. നമുക്ക് ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു അത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഭൂരിപക്ഷം എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ഇത് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയണം. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ സമൂഹത്തിന് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്നുണ്ടോ? തെറ്റിൻ്റെ വഴിക്ക് പോകാതെ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരികളിൽ ജീവിക്കാൻ 100% അവകാശമുണ്ട്. അവകാശമല്ല, അതിനുള്ള തൻ്റെ ഇടവും നിങ്ങൾ കാണിക്കണം. ഇങ്ങനെ തൻ്റെ ഇടം കാണിക്കാത്തത് കൊണ്ടാണ് മറ്റൊരാളെ നമുക്ക് അനുകരിക്കേണ്ടി വരുന്നത്. മറ്റുള്ളവർ ചിരിക്കുമോ? നമ്മുടെ ശൈലിയെയും നമ്മുടെ നടത്തത്തെയും നമ്മുടെ വേഷവിധാനത്തെയൊന്നും നമ്മൾ ഒരിക്കലും മാറ്റേണ്ടതില്ല. മറ്റൊരുത്തൻ്റെ മുമ്പിൽ അടിയറവ് വെക്കേണ്ടതില്ല. നമുക്കിഷ്ടപ്പെട്ട വേഷങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, ഇഷ്ടപ്പെട്ടത് കഴിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ശരികളിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ നമ്മളാകുന്നത്. ആ രൂപത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ആ രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും വ്യക്തിത്വമില്ലാത്ത ഒരു അവസ്ഥാവിശേഷമാണ് നമുക്ക് സമൂഹത്തിൽ കണ്ടുവരുന്നത്. നമ്മുടെ വാല്യൂവിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഒരാൾ ഒരു കോഴ്സ് പഠിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കതിൽ കഴിവും താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. മറ്റൊരാൾ എന്തെങ്കിലും വലിയ ബിസിനസ് തുടങ്ങുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ തുടങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾക്കതിൽ കഴിവുണ്ടോ? നിങ്ങൾക്കതിൽ അഭിരുചിയുണ്ടോ? ഈ കാര്യം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് കഴിവില്ല, നമുക്ക് താല്പര്യവും കഴിവുമില്ലാത്ത മേഖലയിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. കാരണം ആന്തരികമായ ഒരു ഇഷ്ടം നമ്മൾ ചെയ്യുന്ന എന്തിനോടും വേണം. നമ്മളിപ്പോൾ മറ്റൊരാളെ അനുകരിച്ച് വേഷം ധരിച്ചു നോക്കൂ നിങ്ങൾ. നമുക്കത് മനസ്സിന് റാഹത്താകില്ല. നമ്മൾക്കിഷ്ടമുള്ള വേഷം നിങ്ങൾ ധരിച്ചു നോക്കൂ. നല്ല ആത്മവിശ്വാസത്തോടെ തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളാകുക. നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് പോകുക. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവൻ അത് ചെയ്യുക. പാട്ട് പാടാൻ താല്പര്യമുള്ളവൻ അത് ചെയ്യുക. അഭിനയിക്കാൻ താല്പര്യമുള്ളവൻ അത് ചെയ്യുക. ഇങ്ങനെ അവനവൻ്റെ മേഖലയിലല്ലാതെ മറ്റൊരു മേഖലയിൽ പോയാൽ നമ്മൾ പരാജയപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ അംഗീകരിക്കുന്നവർ മതി. നമ്മുടെ വ്യക്തിത്വം മറ്റൊരാൾക്ക് വേണ്ടി അടിയറവ് വെക്കേണ്ടതില്ല.
നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ മൂല്യങ്ങളും അംഗീകരിച്ച് ആര് നമ്മുടെ ഒപ്പം വരുന്നോ അവർ മതി. അങ്ങനെയുള്ളവരുണ്ട് ലോകത്ത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ വ്യക്തിത്വങ്ങളൊക്കെ അംഗീകരിച്ച് നിൽക്കുന്ന വലിയൊരു സമൂഹം നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. ഇത് അറിയാതെ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പരിഹസിക്കപ്പെടുമോ, എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയത്തിൻ കാരണമാണ് പല ആളുകളും അവരുടെ ഇഷ്ടങ്ങൾ ത്യജിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് മറ്റു പല ജോലികൾ ചെയ്തുകൊണ്ട് മറ്റു പല കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് എന്ന് പച്ചയായ സത്യമാണ്. പരിഹസിക്കുന്നവർ വിശ്വാസപരമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ആളുകൾക്കും ഓരോ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അവരൻ്റെ വിശ്വാസത്തെ പരിഹസിക്കുന്ന ആളുകളുണ്ട്, അവരൻ്റെ ചിന്താഗതിയെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. അവരെ പേടിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങളെയും തൻ്റെ വിശ്വാസങ്ങളെയും ചെറുതാക്കി ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല. എൻ്റെ മനുഷ്യരെ, എല്ലാ ആളുകൾക്കും അവരുടേതായ ശരികളുണ്ട്, എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ശരികളുണ്ട്. ആ ശരികൾക്ക് അത് മാത്രമേ ശരികളുള്ളൂ. ഈ ലോകത്ത് മുസ്ലിമിനാണെങ്കിലും ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യാനിക്കാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ആർക്കാണെങ്കിലും അവനവൻ്റെ ശരികളാണ് ഏറ്റവും വലുത്. ആ ശരികളിൽ ഉറച്ചു നിൽക്കണം. അതല്ലാതെ നിങ്ങൾ അപകർഷത ബോധത്തിൽ ജീവിക്കുന്നതിൽ എന്താണ് കാര്യം? എന്നെ വിളിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, തൻ്റെ വിശ്വാസത്തെ എല്ലാവരും പരിഹസിക്കുന്നു. ഞാൻ അതുകൊണ്ട് എൻ്റെ ആചാരം, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആചാരമാണ്, എന്നാൽ ആ ആചാരം പിൻപറ്റാൻ എൻ്റെ ക്ലാസ്സുകളിൽ എനിക്ക് കഴിയുന്നില്ല. കാരണം അതൊരു തരം അപകർഷത ബോധം എന്നിലുണ്ടാക്കുന്നു. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവനവൻ്റെ വ്യക്തിത്വത്തെ മാറ്റിക്കൊണ്ട് അവൻ മറ്റൊരാളുമായി താരതമ്യം ചെയ്തത് കൊണ്ടാണ് ആ പ്രശ്നം. മറ്റൊരാളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ ഇടിയും, നമുക്ക് അപകർഷത ബോധമുണ്ടാകും, നമുക്ക് ഒറ്റപ്പെടലുകൾ ഉണ്ടാകും. ഇത് മാറണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം നമ്മൾ അംഗീകരിക്കണം. നമ്മളെ വ്യക്തിത്വം അംഗീകരിക്കുന്നവരോടൊപ്പം നമ്മൾ കൂട്ടുകൂടിയാൽ മതി. അല്ല, നമ്മളെ വ്യക്തിത്വം അംഗീകരിക്കാത്തവരെ മറ്റൊരുത്തൻ്റെ മൂല്യങ്ങൾ പിന്തുടർന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ആത്മവഞ്ചനയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് ഒരിക്കലും അത് തൃപ്തിപ്പെടില്ല. കാരണം നമ്മുടെ ജന്മവാസനയും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ എല്ലാം നമുക്ക് വലുതാണ്. അങ്ങനെ ജീവിക്കാൻ ഓരോ വ്യക്തികളും തയ്യാറാകണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം ഉണ്ടാകൂ. മറ്റൊരുത്തന്നെ ബിസിനസ് തുടങ്ങിയെന്ന് വിചാരിച്ച് ബിസിനസ് തുടങ്ങിപ്പോയ എത്രയോ നഷ്ടപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്. ഒരാൾക്കും മറ്റൊരാളെ പോലാകാൻ കഴിയില്ല. മറ്റൊരാളെ പോലാകാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുത്. അത് നമ്മുടെ പരാജയത്തിന്മേലായിരിക്കും. ഇപ്പൊ യേശുദാസ് എന്ന് പറയുന്ന യേശുദാസായിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു ഗായകനാകാനുള്ള കഴിവുണ്ട്. മോഹൻലാലിന്റെ കഴിവിനനുസരിച്ചാണ് ജീവിക്കുന്നത്. യൂസഫ് അലിയുടെ കഴിവിനനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇങ്ങനെ എല്ലാ ആളുകളും അവനവന്റെ കഴിവിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അത് മറ്റൊരാളെ പോലാകാൻ നോക്കിയാൽ പരാജയപ്പെട്ടു പോകും. ബിസിനസിന്റെ കാര്യം അത് തന്നെ. ബിസിനസ് തന്നെ തുടങ്ങുമ്പോൾ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് മറ്റൊരാൾ നല്ല സ്റ്റാൻഡേർഡിൽ ബിസിനസ് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നത് മീൻ കച്ചവടമാണ്, എന്നാൽ അതിന് നല്ല ലാഭവുമുണ്ട്. നല്ല ലാഭത്തോട് പോകുന്ന ഈ കച്ചവടം എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരാൾ വിളിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ്. ഈ കച്ചവടം എന്താ മോശമാണോ? പണമാണ് അടിസ്ഥാന ഘടകം. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല. തെറ്റിന്റെ വഴിക്ക് പോകാൻ പാടില്ല, മറ്റുള്ളവരെ പറ്റിക്കാൻ പാടില്ല എന്നത് ഒഴിച്ചാൽ ഏത് ജോലിയും അന്തസ്സോടെ അഭിമാനത്തോടെ ചെയ്യാൻ പറ്റും.
ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ മാനസികമായ ഉല്ലാസത്തോടെ ജീവിക്കാൻ പറ്റൂ. അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മാനസിക സന്തോഷമാണ്. നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കലാണ്. അതുണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ജീവിക്കണം. മറ്റൊരാളായിട്ട് നമുക്ക് ജീവിക്കാൻ എന്നും പറ്റില്ല. മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് നിങ്ങൾ ജീവിച്ചു നോക്കൂ. കുറച്ച് ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ജീവിക്കും, പിന്നീട് നമ്മുടെ മനസ്സ് അതിന് സമ്മതിക്കില്ല, ആത്മസംഘർഷം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് അവനവനായിട്ട് ജീവിക്കുക, അവനവന്റെ മേഖലകൾ കണ്ടെത്തി ജീവിക്കുക. ലോകത്ത് സക്സസ് ആയിട്ടുള്ള എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. അവനവനായിട്ടാണ് ജീവിച്ചത്, അവനവന്റെ കഴിവിലാണ് ജീവിച്ചത്. തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. എല്ലാവരുടെയും വിശ്വാസവും ശരിയാണ്, അതിനെ നമ്മൾ ചെറുതാക്കേണ്ടതില്ല. ഇനി ആരെങ്കിലും ചെറുതാക്കിയാൽ തന്നെ നമ്മൾ സ്വയം ചെറുതാക്കാൻ പാടില്ല. മറ്റുള്ളവർ ചിലപ്പോൾ ചെറുതാക്കിയെന്ന് വരും, പരിഹസിച്ചെന്ന് വരും, അതേപോലെ സംവാദങ്ങൾ നടത്തിയെന്ന് വരും. എന്നാൽ അവനവന്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അവനവനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലും നിൽക്കുമ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. അപകർഷത ബോധത്തോടെ നമ്മൾ ജീവിച്ചാൽ അത് ഡിപ്രഷനിലേക്കൊക്കെ വഴുതി വീഴുമെന്ന് മനസ്സിലാക്കണം. ഇത് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ നമ്മുടെ ജന്മവാസനകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കാത്ത ഒരു മനുഷ്യന് ഒരു കാലത്തും മനസ്സമാധാനം കിട്ടില്ല. ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഒരു കാലത്തും മനസ്സമാധാനം കിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു ഉൾവിളിയുണ്ട്. ആ ഉൾവിളിക്കനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് ചെയ്യുന്ന ജോലികളൊന്നും അവരിഷ്ടപ്പെട്ട ജോലിയൊന്നുമല്ല അവർ ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളും അല്ല. പ്രവാസികളൊക്കെ പോയി നോക്കിയാൽ മതി. ജോലി സമ്മർദ്ദം കൊണ്ട് വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. നാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ജോലി കൊണ്ടാണ്. ജോലിയിൽ സമാധാനമില്ല. പ്രധാനമായിട്ടും പറയുന്നത് ജോലിയിൽ സമാധാനമില്ല, ജോലിയിൽ സന്തോഷമില്ല. ഇതിൻ്റെ പേരിൽ ജ്യോത്സ്യരുടെ അടുക്കൽ പോകുന്നു, ഇസ്മുകാരുടെ അടുക്കലേക്ക് പോകുന്നു. പക്ഷെ ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ ചെയ്തു നോക്കൂ, ഈ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് സാലറി കുറഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല. നിങ്ങൾക്ക് സമയം നോക്കി നിങ്ങൾ ജോലി ചെയ്യില്ല, അല്ലേ? പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും സമയം നോക്കിയിട്ട് എത്ര സമയം, എൻ്റെ സമയം കഴിയാനായോ, ജോലി കഴിയാനായോ എന്ന് ആരെങ്കിലും നോക്കിയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ താല്പര്യത്തോടെ അല്ല ജോലി ചെയ്യുന്നത്. അവൻ്റെ താല്പര്യത്തോടെ അല്ല ജോലി ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഒരുപാട് ആളുകൾ അവർക്കിഷ്ടമില്ലാത്ത ജോലി ചെയ്യും, പണത്തിന് വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ളവരാണ് എല്ലാ ആളുകളും ഏറ്റുപിടിക്കുന്നത്. മോട്ടിവേഷൻ സ്പീക്കർമാരെ, ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കർമാർ ഇന്ന് വ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരൊക്കെ പറയുന്നത് നിങ്ങൾ നല്ല പെർഫോമൻസ് കാണിക്കണം, നല്ല അച്ചീവ് ചെയ്യണം. ആരോടാണ് ഈ പറയുന്നത്? താല്പര്യമില്ലാത്തവനോടാണ്. താല്പര്യമുള്ളവന് ഒരു മോട്ടിവേഷൻ്റെയും ആവശ്യമില്ല. താല്പര്യമുള്ളവന് ഒരു ജ്യോത്സ്യന്റെയോ ഒരാളുടെയും സഹായം ആവശ്യമില്ല. താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മോട്ടിവേഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ താല്പര്യത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകാൻ തയ്യാറാകണം. സമൂഹത്തിന്റെ സംസാരം കേട്ടിട്ട്, സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ കേട്ടിട്ട്, സമൂഹത്തിന്റെ സമ്മർദ്ദത്തിന് കാരണം നിങ്ങൾ വഴങ്ങരുത്. നിങ്ങൾക്ക് എന്തിനാണോ താല്പര്യമുള്ളത് ആ താല്പര്യത്തിന്റെ മേഖലയിൽ നിങ്ങൾ പോകണം. അവിടെയാണ് നിങ്ങൾ നിങ്ങളാകുന്നത്. അങ്ങനെയാണ് സച്ചിനായത്, ബിൽഗേറ്റ്സ് ആയത്.
യേശുദാസായത്. ഇങ്ങനെ എല്ലാ വ്യക്തികളും അവനവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് അവരൊക്കെ അങ്ങനായി മാറിയത്. എൻ്റെ മനുഷ്യരെ, എല്ലാവരോടുമാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയുള്ള തലമുറയോടാണെങ്കിലും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. സമാധാനമാണ് ഏറ്റവും അടിസ്ഥാന ഘടകം. അത് മാത്രമല്ല, നമ്മുടെ സ്വന്തത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു വഞ്ചനയാണ് കൂടിയാണ് നമ്മുടെ ജന്മവാസനയും നമ്മുടെ ഇഷ്ടങ്ങളും അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യാതെ ജീവിക്കുമ്പോൾ നമ്മളത് രോഗികളുമാക്കുന്നു. നിങ്ങൾ നോക്കൂ, എല്ലാവരും പറയുന്നു ജോലി സമ്മർദ്ദം, വല്ലാത്ത ജോലി സമ്മർദ്ദം. യഥാർത്ഥത്തിൽ ജോലി സമ്മർദ്ദം ഉണ്ടോ? ജോലി സമ്മർദ്ദമല്ല അത് നമ്മുടെ ഇഷ്ടക്കുറവാണ് അവിടെ കാണിക്കുന്നത്. ഒരാൾക്കൊരു കാര്യം ഇഷ്ടമുണ്ട് എങ്കിൽ എത്ര മണിക്കൂറും അദ്ദേഹം ആ ജോലി, ആ മേഖലയിൽ പണിയെടുക്കാൻ താല്പര്യപ്പെടും. നല്ലൊരു ഗായകൻ അവൻ എത്ര വേണമെങ്കിലും അദ്ദേഹം പാടും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകും, അതിനെക്കുറിച്ച് എഴുതാൻ തയ്യാറാകും. ഒരു പ്രാസംഗികനാണെങ്കിൽ അവൻ എത്ര മണിക്കൂറും പ്രസംഗിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവും, സമയം നോക്കില്ല. ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ അവന് താല്പര്യത്തോടെ ആണെങ്കിൽ അവൻ എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യും, അവർ സമയം നോക്കില്ല. അപ്പൊ ജോലിയിൽ മാത്രം എങ്ങനെ ഈ സമ്മർദ്ദം വരുന്നു? കാരണം മറ്റുള്ളവര് ബോസുമാരുടെ സമ്മർദ്ദമൊന്നുമല്ല, നമുക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ആ ജോലിയോട് നമുക്ക് ഇഷ്ടക്കുറവുണ്ട്. അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നമായി കിടക്കുന്നത്. അടിസ്ഥാനപരമായ പ്രശ്നം കിടക്കുന്നത് നമുക്ക് ചെയ്യാത്ത, ഇഷ്ടപ്പെടാത്ത ജോലികൾ ചെയ്യുമ്പോൾ നമ്മളെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു, നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, നമുക്ക് ശാരീരികമായും പിന്നീട് BP കൂടലും പ്രഷർ കൂടലും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് താല്പര്യമുള്ള ജോലികൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിലക്കുമെന്ന് താല്പര്യമുള്ള ജോലികൾ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയുമായി കണക്ട് ചെയ്യണം. ഇപ്പൊ നന്നായി സ്പോർട്സിൽ താല്പര്യമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് കളിയിലാണ് ഏറ്റവും താല്പര്യമെങ്കിൽ അതിലൂടെ വരുമാനം ഉണ്ടാക്കാം. ഇനി അതിന് സാധിക്കാത്ത വഴിയാണെങ്കിൽ, അതിന് സാധിക്കാതെ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഈ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വലിയ ലക്ഷ്യങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമെന്നും അങ്ങനെ ചിന്തിച്ച് അതിനെയും നിങ്ങളുടെ ലക്ഷ്യവുമായി ഒരു കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ സമ്മർദ്ദങ്ങളും ഈ ജോലി താല്പര്യമില്ലായ്മയൊക്കെ കുറക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, ജോലി സ്ഥലത്ത് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മടി എന്ന് പറയുന്നത്. അല്ലാതെ മടിയന്മാരൊന്നുമില്ല, മടി എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. ഡിപ്രഷൻ ബാധിച്ചവർ, ജീവിതത്തിനെ കുറിച്ച് ഒരു ബോധവും, ജീവിതം തന്നെ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ മടിയുണ്ടാവും. അത് ചികിത്സിച്ച് മാറ്റുക. അല്ലാത്ത മടിയില്ല. അല്ലാത്ത മടിയുണ്ട് എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം അവനവൻ്റെ താല്പര്യമുള്ള മേഖല അവർക്കൊക്കെ താല്പര്യമുണ്ട്. ആ മേഖലയിൽ ജോലി ചെയ്താൽ മതി, ആ മേഖലയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയാൽ മതി. എന്നാൽ പിന്നെ മടിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇപ്പൊ എന്നോട് ആരെങ്കിലും ഒരു കൈക്കൂട്ടെടുത്ത് കിളക്കാൻ പറഞ്ഞാൽ എനിക്ക് മടി തോന്നും. കാരണം എൻ്റെ മേഖലയല്ല അത്, എനിക്ക് താല്പര്യമില്ലാത്ത മേഖലയാണ്. ഇതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ അവരവർക്ക് താല്പര്യമുള്ള മേഖലയിൽ അവരവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മടിയില്ല. നമ്മൾ പറയാറുണ്ട് ഓരോരുത്തരെ കാണിച്ച്, അവൻ ജോലിക്കൊന്നും പോകില്ല, ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ അവൻ പഠിക്കാൻ ഭയങ്കര മടിയാണ്, അവന് എന്താ പറയുക, എവിടെയെങ്കിലും പോകാനൊരു മടിയാണ്. എൻ്റെ മനുഷ്യരെ, അവർക്ക് അതിൽ താല്പര്യമില്ല. അവർക്ക് താല്പര്യമുള്ള മേഖലകളുണ്ട്. അവർക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്താണ് അവർക്ക് താല്പര്യമുള്ളതെന്ന് നോക്കണം. ടാലന്റ് ടെസ്റ്റുകൾ നടത്തണം. അല്ലെങ്കിൽ ഞാനൊക്കെ നടത്തുന്നത് പോലെ ലൈഫ് കോച്ചിങ്ങിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മളെക്കുറിച്ച് നമ്മൾ അറിയണം.
അങ്ങനെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ പിന്നെ ആ പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പഠിക്കേണ്ടതില്ലേ, +2 ഡിഗ്രി ഒക്കെ ഇല്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എല്ലാത്തിനും അടിസ്ഥാനപരമായി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഠിക്കാതിരിക്കാനാവില്ല. അതുകൊണ്ട് പഠിക്കണം. പക്ഷേ ഞാൻ പറയുന്ന അതൊക്കെ വിപുലമായി പറയേണ്ട മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാലും ഞാൻ സൂചിപ്പിക്കാം, പഠിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അവർക്ക് താല്പര്യമുള്ള മേഖലയെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നോക്കൂ. പ്രോത്സാഹിപ്പിച്ച് ആ മേഖലയും നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പറയുന്നത് ഈ ജോലിയുമായി അല്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങളുമായി എത്രമാത്രം കണക്റ്റ് ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ നന്നായി പഠിക്കാൻ തുടങ്ങും. പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് നന്നായി കളിക്കാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്, അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട. അവനിക്ക് വേണ്ട സ്പോർട്സിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ ഫുട്ബോൾ പ്ലെയർ ഭാവിയിൽ നീ ആകുമ്പോൾ വിദ്യാഭ്യാസ സിസ്റ്റം, ഈ വിദ്യാഭ്യാസം എത്രമാത്രം നിനക്ക് ഗുണം ചെയ്യുമെന്ന് അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് അവർക്ക് താല്പര്യമുള്ള മേഖലയെ പ്രോത്സാഹിക്കുമ്പോൾ അവർ വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ വിദ്യാഭ്യാസവും നേടും. ഇത് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് എൻ്റെ തിരിച്ചറിവുകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ പഠിച്ച, പലപ്പോഴും പഠനം സ്വന്തമായി പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കഴിയും. കാരണം അങ്ങനെ പല ആളുകളെയും ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവരവരെ എങ്ങനെയാണോ, അവൻ്റെ വ്യക്തിത്വം എന്താണോ, അവൻ്റെ വ്യക്തിത്വത്തിനനുസരിച്ച് തന്നെ അവൻ ജീവിക്കണം. അവനവനായിട്ട് തന്നെ അവനെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത്. മറ്റൊരുത്തനുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. കുട്ടികളാണെങ്കിലും നീ അവനെ കണ്ട് പഠിക്കുക, നീ അവളെ കണ്ട് പഠിക്കുക എന്ന് പറയരുത്. കാരണം അവരെ അപകർഷത ബോധത്തിലേക്ക് നിങ്ങൾ നയിക്കുകയാണ്. അത് നിങ്ങളാണെങ്കിലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. മറ്റൊരുത്തന് ജീവിക്കുന്നത് കണ്ട് അവനെ പോലെ ഞാൻ ആയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മുടെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുക. നമുക്ക് മറ്റൊരാളെയും പോലെ ആകാൻ കഴിയില്ല. നമ്മുടെ വിരൽ അടയാളം പോലും വ്യത്യാസമുണ്ട്. അത്രയും വ്യത്യാസമുള്ള ഈ ലോകത്ത് നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഈ യാഥാർത്ഥ്യം നമ്മൾ അറിയുമ്പോൾ, നമ്മളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആന്തരിക മനസ്സമാധാനമുണ്ട്. അത് വളരെ വലുതാണ്. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. ആ ആന്തരിക മനസ്സമാധാനത്തോടെ ജീവിക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പിന്നെ പല ബുദ്ധിമുട്ടുകളും നമ്മളെ വേട്ടയാടില്ല. അപ്പം മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ തെറ്റിൻ്റെ വഴിക്ക് പോകാതിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് വിഡ്ഢിത്തമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ എല്ലാവരുടെയും പിന്തുണ കിട്ടിയിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളെ പിന്തുണക്കാൻ ഒരു വിഭാഗം ഉണ്ടാവും. 1,00,000 ആളുകൾ നമ്മളെ പിന്തുണക്കുന്നുണ്ട് എങ്കിൽ 1,00,000 ആളുകൾ നമ്മളെ എതിർക്കുന്നവരും ഉണ്ടാകും. അത് എതിർക്കുന്നത് ഒരു മോശമല്ല. എതിർക്കുന്നത് നമ്മളോട് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല, മറിച്ച് അവർ അത് നമ്മളെ വളർത്താൻ വേണ്ടിയാണ്. നമ്മളും അതുകൂട് വിമർശകരും കൂടി ഉണ്ടെങ്കിലേ നമ്മൾക്ക് വളർച്ചയുണ്ടാകൂ. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. എല്ലാവരെയും പിന്തുണക്കാൻ എല്ലാവരുടെയും പിന്തുണ നിങ്ങൾ ആഗ്രഹിക്കരുത്. നമ്മുടെ വ്യക്തിത്വം എന്താണോ അത് അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളെ തേടി വരും. പണമൊക്കെ നമുക്ക് നമ്മുടെ മേഖലയിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് കയറാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഏതെങ്കിലും ഒരു ജോലിയിലായിരിക്കും, അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ് മേഖലയിലേക്കോ അല്ലെങ്കിൽ സ്പോർട്സിലേക്കോ അങ്ങനെയൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. അവരോട് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ മേഖലയിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയോ അല്ലെങ്കിൽ പഠനമോ ഇതിൽ എന്ത് മെച്ചമുണ്ടാകും, ആ ജോലിയുമായി എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് സ്വയം ഒരു വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. എന്നിട്ട് നിങ്ങളായിട്ട് തന്നെ
ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ അയക്കുന്ന കമൻറ്റുകളിൽ ശരികളുണ്ട് എങ്കിൽ ഞാൻ തിരുത്താനും തയ്യാറാണ്. ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു എന്താ പറയുക, അറിവിനോട് വല്ലാത്ത ദാഹമുള്ള ഒരു വ്യക്തിയാണ്. ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ നല്ല വശം കണ്ടാൽ പൂർണ്ണമായും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിക്കണ്ട. തെറ്റ് കണ്ടാലും നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അഭിപ്രായം പറയാം. അതിന് കൃത്യമായ മറുപടി ഞാൻ നൽകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.